ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷെഫീദ. ടാലിയിലെ പേറോളിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയീസിൻ്റെ സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാലിയിൽ പേറോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേറോൾ സ്റ്റെപ്സുകളിൽ സ്റ്റെപ്പ് 1 അറ്റൻഡൻസ് പ്രൊഡക്ഷൻ ടൈപ്സും സ്റ്റെപ്പ് 2 ക്രിയേറ്റ് പേ ഹെഡ്സും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പേറോളിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കാണാം, എന്നിട്ട് മാത്രമേ സെക്കൻഡ് പാർട്ട് കണ്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 3 മുതലാണ്. ക്രിയേറ്റ് എംപ്ലോയീസ്, നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ പേറോൾ ഇൻഫോ മെനു സെലക്ട് ചെയ്യാം. അതിൽ എംപ്ലോയീസ് സെലക്ട് ചെയ്യാം, ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ ഇതാണ് എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് മനോജ് എന്ന പേരിലുള്ള ഒരു എംപ്ലോയിനെയാണ്. അപ്പോൾ നെയിം മനോജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റർ ചെയ്യാം. അതിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് കാണാം. ഈ എംപ്ലോയി എന്നാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ഇതിൽ ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ കൊടുക്കുക നമ്മൾ സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടുന്ന് സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് സാലറി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ വേറെ ഉണ്ട്, സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം. ഡിഫൈൻ സാലറി ഡീറ്റെയിൽസിന് എസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇവിടെ എഫക്റ്റീവ് ഫ്രം എന്നുള്ള ഡേറ്റ് വരും. നമ്മൾ എന്നാണോ സാലറി കൊടുക്കുന്നത് ആ ഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അവിടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി മനോജിൻ്റെ സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുക. അപ്പോൾ മനോജിന് ആദ്യം ബേസിക് സാലറി ആണ് സെലക്ട് ചെയ്യുന്നത്. എത്രയാണോ സാലറി ആ സാലറി എമൗണ്ട് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ മനോജിന് 18,000 ആണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. റേറ്റിൻ്റെ അവിടെ 18,000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മനോജിനുള്ള അലവൻസുകൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ DA സെലക്ട് ചെയ്തു, HRA സെലക്ട് ചെയ്തു, PF സെലക്ട് ചെയ്തു. ഇതൊന്നും നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളവിടെ സെലക്ട് ചെയ്താൽ മാത്രം മതി. TA ട്രാവലിംഗ് അലവൻസ് എത്രയാണെന്നുള്ളത് നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ മനോജിന് ഞാനിവിടെ 100 രൂപയാണ് ട്രാവലിംഗ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. 100 എന്നുള്ളതും കൊടുത്തു. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുക. ഇനി അവിടെ എംപ്ലോയി നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 എന്നാണ് കൊടുത്തുള്ളത്. ഓരോ എംപ്ലോയീസിനും നമ്പർ കൊടുക്കണം. ഇനി അയാളുടെ ഡെസിഗ്നേഷൻ, അയാളുടെ ജോലി എന്താണെന്നുള്ളത്. അപ്പോൾ മനോജിനെ മാനേജർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അയാളുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കൊടുക്കണം. അതുപോലെ തന്നെ അയാളുടെ സ്ഥലം, ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ മെയിലാണ്, മെയിൽ സെലക്ട് ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, നമുക്കത് കൊടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്, കൊടുക്കാം. അതുപോലെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇമെയിൽ എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രൊവൈഡ് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് നമുക്ക് SI കൊടുത്തിട്ട് അയാളെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം മിക്ക കമ്പനീസിലും സാലറി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതൊക്കെ ഒരു ഉപകാരമാണ്. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓരോന്നായിട്ടും കൊടുക്കാം, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഞാനിതൊന്നും കൊടുക്കുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഒരു എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ കിരൺ എന്ന പേരിലുള്ള ഒരു എംപ്ലോയിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതും ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് S ആയിട്ട് കൊടുക്കാം. അപ്പോൾ കിരണിന് ബേസിക് സാലറി ആദ്യം സെലക്ട് ചെയ്യാം. ഞാനിവിടെ 15,000 ആണ് കിരണിൻ്റെ സാലറി ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് അലവൻസുകളും സെലക്ട് ചെയ്യാം. DA, HRA, PF, TA ട്രാവലിംഗ് അലവൻസ് കിരണ് ഒരു 50 രൂപയാണ് കൊടുക്കുന്നത്. 50 എന്ന് കൊടുത്തു. ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്യാം. എംപ്ലോയി നമ്പർ ചോദിക്കുന്നുണ്ട്, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെസിഗ്നേഷൻ കിരൺ അക്കൗണ്ടൻ്റ് ആണ്, അപ്പോൾ അവിടെ അക്കൗണ്ടൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫംഗ്ഷൻ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലൊക്കേഷൻ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത എംപ്ലോയി കുമാർ എന്നാണ് ഞാനിവിടെ പേര് കൊടുക്കുന്നത്. ഞാൻ ഓരോരുത്തരുടെ പേര് കൊടുക്കുന്നേ ഉള്ളൂ. ഓരോ കമ്പനീസിലുള്ള എംപ്ലോയീസിനെ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് S ആയിട്ട് കൊടുക്കാം. ബേസിക് സാലറി കുമാറിനൊരു 10,000 രൂപയാണ് സാലറി. 10,000 എന്ന് സെറ്റ് ചെയ്തു. അയാൾക്ക് DA, HRA, PF. ഇയാൾക്ക് ട്രാവലിംഗ് അലവൻസ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ട്രാവലിംഗ് അലവൻസിന് സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് സെലക്ട് ചെയ്യേണ്ട. ഇനി എംപ്ലോയി നമ്പർ, 3ാമത്തെ എംപ്ലോയി ആണ്, 3 എന്ന് കൊടുത്തു. ഡെസിഗ്നേഷൻ ഇയാൾ ക്ലർക്കാണ്, അപ്പോൾ അവിടെ ക്ലർക്ക് എന്ന് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. ജെൻഡർ മെയിൽ കൊടുത്തു, ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം കൊടുക്കാം. ഇനി ആക്സെപ്റ്റ് ചെയ്യാം.
ഇനി അടുത്തൊരു എംപ്ലോയിനെയും കൂടി ക്രിയേറ്റ് ചെയ്യാം. ദാസ് എന്നാണ് ഞാനിവിടെ പേര് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നോ ആയിട്ട് തന്നെ കിടന്നോട്ടെ, ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് എംപ്ലോയി നമ്പർ, 4ാമത്തെ എംപ്ലോയി ആണ്, 4 എന്ന് കൊടുത്തു. ഡെസിഗ്നേഷൻ ഇയാൾ പിയൂൺ ആണ്, അപ്പോൾ അവിടെ പിയൂൺ എന്ന് കൊടുത്തു. ഫങ്ഷന് ജെൻഡർ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജെൻഡർ മെയിൽ കൊടുത്തു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇയാളുടെ സാലറി ഡീറ്റെയിൽസ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പേറോൾ ഇൻഫോ മെനുവിൽ സാലറി ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 4 തന്നെ എന്താണ്, സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാനാണ്. 3 പേരുടെ സാലറി ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ഇനി ദാസിൻ്റെ സാലറി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാലറി ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷന് സെലക്ട് ചെയ്യാം. അതിൽ ഡിഫൈൻ കാണാം, ഡിഫൈൻ സെലക്ട് ചെയ്യാം. ഇനി ഓരോരുത്തരുടെയും പേര് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാസിനാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്, ദാസിനെ സെലക്ട് ചെയ്തു. ഇനി എഫക്റ്റീവ് ഫ്രം നമ്മളവിടെ ഡേറ്റ് കൊടുക്കണം. അപ്പോൾ എന്നാണോ സാലറി കൊടുക്കുന്ന ആ ഡേറ്റ് അവിടെ കൊടുക്കുക. ഇനി ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. ബേസിക് സാലറി ദാസിനൊരു 8000 രൂപയാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. ഇനി DA സെലക്ട് ചെയ്തു, HRA സെലക്ട് ചെയ്തു, PF സെലക്ട് ചെയ്തു. ട്രാവലിംഗ് അലവൻസ് ദാസിന് കമ്പനി കൊടുക്കുന്നില്ല, അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്തു. ഇപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അപ്പോൾ അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അതൊക്കെ. ഓരോരുത്തരും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാനുണ്ടെങ്കിൽ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ സാലറി ഡീറ്റെയിൽസ് ഇങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്തു, അവരുടെ സാലറി ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 5 എന്താണ്, അറ്റൻഡൻസ് വൗച്ചറാണ്. ഈ അറ്റൻഡൻസ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ ആണ് Ctrl+F5. ഓരോ എംപ്ലോയീസിൻ്റെയും അറ്റൻഡൻസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റൻഡൻസ് വൗച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ അറ്റൻഡൻസ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ ഏതാണ്, Ctrl+F5 ആണ്. അപ്പോൾ അതൊന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ അറ്റൻഡൻസ് വൗച്ചർ വന്നിട്ടുണ്ട്. ഇനി ഓരോ എംപ്ലോയിനെയും നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരുടെ അറ്റൻഡൻസ് എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരത് വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാവരതും ഒന്നിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഷോർട്ട് കീ ഉണ്ട്, അതാണ് Alt+A. അപ്പോൾ Alt+A കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ വരും, അറ്റൻഡൻസ് ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും. അപ്പോൾ അവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. ഇനി എംപ്ലോയി കാറ്റഗറി ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. എംപ്ലോയീസിൻ്റെ ഓൾ ഐറ്റംസ് ഓരോരുത്തർ വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തരെ സെലക്ട് ചെയ്യാം. ഓൾ ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരതും ഒന്നിച്ച് സെലക്ട് ചെയ്യാനാണ്. ഇനി ഇവിടെ അറ്റൻഡൻസ് പ്രൊഡക്ഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രസൻ്റ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, പ്രസൻറ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് ഡീഫോൾട്ട് വാല്യൂ ടു ഫില്ല് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു മാസത്തെ അറ്റൻഡൻസ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മാസത്തെ ദിവസം എത്രയാണോ അത് വേണം അവിടെ കൊടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ 30 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി സോർട്ട് ബൈ എംപ്ലോയീസിന് നെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കാണിക്കേണ്ടത്, നെയിം കൊടുത്തു. അപ്പോൾ ഇവിടെ 4 എംപ്ലോയീസിൻ്റെയും പേര് വന്നിട്ടുണ്ട്. ഇനി ഓരോ എംപ്ലോയീസും എത്ര ദിവസമാണ് അറ്റൻഡൻസ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കിവിടെ കൊടുക്കാം. എല്ലാവരും ഇപ്പോൾ 30 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും നമുക്ക് ചേഞ്ച് വരുത്തി കൊടുക്കാം. ഫസ്റ്റുള്ള എംപ്ലോയിക്ക് ഞാനിപ്പോൾ ഇവിടെ 29 കൊടുക്കുന്നത്. ഇനി കിരണ് ഞാനിവിടെ 28 കൊടുത്തിട്ടുള്ളത്. അടുത്തത് കുമാറാണ്, കുമാറിന് ഞാൻ 27 കൊടുത്തിട്ടുണ്ട്. മനോജിന് 29 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ എംപ്ലോയീസിൻ്റെയും അറ്റൻഡൻസ് ഞാൻ അവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അറ്റൻഡൻസ് വൗച്ചർ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്, സ്റ്റെപ്പ് 6 പേറോൾ വൗച്ചറാണ്. പേറോൾ വൗച്ചറിൻ്റെ ഷോർട്ട് കീ ആണ് Ctrl+F4. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പേറോൾ വൗച്ചർ വന്നിട്ടുണ്ട് ട്രാൻസാക്ഷൻസിൽ. ഇനി പേറോൾ വൗച്ചർ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കീ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അക്കൗണ്ടിങ് വൗച്ചർ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് കീ കൊടുക്കണം. ഇനി ഇതും ഒന്നിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Alt+A കൊടുക്കാം. അതിൽ പ്രോസസ് ഫോർ ചോദിക്കുന്നുണ്ട്, അതിൽ സാലറീനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ചോദിക്കുന്നുണ്ട്, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എന്നുള്ളതാണ്. അപ്പോൾ 1/4/2021, ടു ഡേറ്റ് 30/4/2021 ആണ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ മോഡിലായതുകൊണ്ട് തന്നെ ഇവിടെ 30/4 കൊടുക്കാൻ പറ്റില്ല, മാറ്റി കൊടുക്കുക 1/5/2021 ആക്കിയിട്ട് മാറ്റി കൊടുത്തു. ഇനി ഇവിടെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഓൾ ഐറ്റംസ് ആണ്, എല്ലാവരുടെയും കൂടി ഒന്നിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾ ഐറ്റംസ് കൊടുത്തു. സോർട്ട് ബൈ എംപ്ലോയീസ് നെയിം ആണ്. ക്യാഷ് ഓർ ബാങ്ക് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബാങ്ക് ചെക്കായിട്ടാണ് സാലറി കൊടുക്കുന്നതെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ബാങ്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യാഷ് ആണ് കൊടുക്കുന്നത്, ക്യാഷ് എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാവരുടെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്, ഓരോരുത്തർക്കുള്ള ബേസിക് സാലറി, അതുപോലെ തന്നെ DA, HRA, PF എല്ലാ എമൗണ്ടും വന്നിട്ടുണ്ട്. നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെയാണ് പേറോൾ വൗച്ചർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് 7 റിപ്പോർട്ട് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ, നമ്മൾ റിപ്പോർട്ട്സിൽ ഡിസ്പ്ലേനെ സെലക്ട് ചെയ്യാം. അതിൽ പേറോൾ റിപ്പോർട്ട്സ് കാണാം. പേറോൾ റിപ്പോർട്ട്സിനെ സെലക്ട് ചെയ്യാം. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പേറോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെ സെലക്ട് ചെയ്യാം. ഇതിൽ പേ സ്ലിപ്പ് കാണാം, പേ സ്ലിപ്പ് സെലക്ട് ചെയ്യാം. ഇതിൽ സിംഗിൾ പേ സ്ലിപ്പ് കാണാം. ഓരോരുത്തരത് കാണാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ പേ സ്ലിപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഡീറ്റെയിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദാസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള ബേസിക് സാലറി, അയാൾക്കുള്ള DA HRA ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലായിരിക്കും PF കാണിക്കുന്നുണ്ടായിരിക്കും. അത് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആയതുകൊണ്ടാണ് PF റൈറ്റ് സൈഡിൽ, ബാക്കി ടോട്ടൽ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി മൾട്ടി പേ സ്ലിപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ ഐറ്റംസ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് എല്ലാവരുടെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ പേ സ്ലിപ്പ് അല്ലാതെ പേ ഷീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പേ ഷീറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിലും ഓൾ ഐറ്റംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓരോരുത്തരത് കാണാൻ വേണ്ടി ഓരോരുത്തരെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിപ്പോർട്ട് ഓരോ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇപ്പോൾ DA എത്രയാണോ, HR എത്രയാണോ, PF എത്രയാണോ, ടോട്ടൽ ഏർണിങ്സ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള നെറ്റ് എമൗണ്ട് എത്രയാണെന്ന് കാണാം. ഇനി എല്ലാവരുടെയും ഒന്നിച്ച് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഓൾ ഐറ്റംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടി ഒന്നിച്ചിട്ട് റിപ്പോർട്ട് കാണാൻ സാധിക്കും. ഓരോരുത്തരുടെ DA, HRA, PF എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഇനി ഇതിൽ ഓരോ എംപ്ലോയീസിൻ്റെയും പ്രൊഫൈൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ എംപ്ലോയി പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരുതാണോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ മനോജിൻ്റെതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്, മനോജിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനോജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ ഓരോരുത്തരതും കാണാം. ഇനി ഇതിൽ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബേസിക് സാലറി മാത്രമായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബേസിക് സാലറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് സാലറി മാത്രം ഉള്ളത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ DA മാത്രമാണെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ DA സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ DA കാണാം. അതുപോലെ HRA, PF എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം അവരുടെ ലീവിൽ നിന്നെല്ലാം ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള സാലറി മാത്രമാണ് അവിടെ കാണിക്കുക. എത്ര പേര് ലീവ് എടുത്തിട്ടുണ്ടോ ആ ലീവ് ഒക്കെ സാലറി കട്ടായിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് അവിടെ കാണിക്കുക. അതുപോലെ തന്നെ PFും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേറോൾ ടാലിയിൽ ചെയ്യുന്നത്. എല്ലാവർക്കും പേറോൾ ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാലിയിലെ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.